ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലോകന്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുവാണ് അനുശ്രീ. മിണ്ടരുത്, മിണ്ടിയിട്ടാണ് ഞാൻ അരിഞ്ഞു കളയൊന്നും പറഞ്ഞ് അലോക് ഞെട്ടി പറിച്ച് നിൽക്കുക. അനുവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പിന്നീട് അനു പറഞ്ഞു കൈ എടുക്കടാന്ന് പറഞ്ഞു. അനുവിന്റെ ഒരു കൈയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അലോക്. അലോക് പെട്ടെന്ന് തന്നെ പേടിച്ചു വരച്ച കൈ അങ്ങോട്ട് മാറ്റി. ഇനി മേലാല് എന്റെ ദേഹത്ത് തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ലടാ. എന്റെ ജീവിതം തല്ലിക്കെടുത്തിയവനാ നീ. അപ്പൊ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? നീ എന്താ കരുതിയിരുന്നേ? നൈസായിട്ട് ദേവമംഗലത്തെ അനുവിനെ ചതിച്ചിട്ട് ഒരു കോടീശ്വരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ലടാ. ഇനി എങ്ങാനും എന്റെ നേരെ കൈ പൊക്കുക, എന്നോട് വഴക്കുണ്ടാക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്ത് കണ്ടിച്ച് ഞാൻ താഴെയിടും. ജയിലിൽ പോയി കിടക്കാനും എനിക്കൊരു മടിയില്ലടാ. നല്ല അന്തസ്സോട് തന്നെ ഞാൻ പോയി കിടക്കൂടാ. എന്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നിനക്കറിയാലോ. ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്നെ കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അവസാനം എനിക്ക് അബദ്ധമായെന്ന് തോന്നി. പക്ഷെ അപ്പോഴേക്കും നീ എന്നെ കുരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്റെ ജീവിതം തല്ലി തകർത്തു, എന്റെ കുടുംബത്തിന്റെ മാനം കളഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടണോ? ഇനി നിനക്ക് ഒരു ജീവിതമില്ല ലോകെ. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ഞാൻ നെട്ടോട്ട് ഓടിക്കും. നീ നീറി ഇല്ലാതാകും. ഈ അനു ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ. നിനക്ക് അനുവിന്റെ ഒരു മുഖം മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. സ്നേഹിക്കാൻ അറിയാവുന്നൊരു പൊട്ടിപ്പെണ്ണ്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ ഇളയ പുത്രി അനു ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ. നീ ഇത്രയും നാളും ചെയ്ത ക്രൂരത പോലെയൊന്നും അല്ലത്. പെൺകുട്ടികളോട് കളിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കളി പഠിപ്പിച്ചു തരാം. നീ എന്റെ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പം ഉർവശി ശാപം ഉപകാരപ്രദം എന്ന് പറഞ്ഞോണക്ക് ആ ഫോട്ടോ കൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായി. നിന്റെ വീട്ടുകാരെ തന്നെ എനിക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി. അതൊരു നേട്ടമായിട്ടാടാ കാണുന്നേ. ഇതാണ് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ താലി കെട്ടിയതാന്നും പറഞ്ഞോണ്ട് ഞാൻ ആ താലിയും കെട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആന്ന് കരുതിയോ? ഒരിക്കലുമില്ല. നിന്നോട് പ്രതികാരം ചെയ്യാൻ തന്നെയാടാ വന്നത്. നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും. നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലൂടാ. എന്നിട്ടോ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. പക്ഷെ സത്യങ്ങളൊക്കെ നീ ആരോടെങ്കിലും തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, ഈ അനുവിന്റെ മറ്റൊരു മുഖമായിരിക്കും. ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം നീ തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു രാത്രി മുഴുവൻ നിന്നോടൊപ്പം കഴിഞ്ഞ പെണ്ണാണ്. നമ്മൾ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നൊക്കെ നിന്റെ വീട്ടുകാർ പോലും നിന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പത്തുള്ളൂ. അതുകൊണ്ട് പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് കയറി കിടക്കാൻ നോക്ക്. പിന്നെ കട്ടിലല്ല, നിലത്ത്. ഇന്നു മുതല് കട്ടിലേ ഞാൻ കിടക്കും. ബെഡും കട്ടിലും എന്റെയാണ് ഇന്നു മുതല്. നീ വേണമെങ്കിൽ നിലത്ത് കിടന്നോണം. അതും പറഞ്ഞിട്ട് അനു എന്ത് ചെയ്തു? ആ കത്തിയേക്കാട്ട ബെഡിലേക്ക് കയറിയിരുന്നു. അലോകിന് സമനില തെറ്റുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ, എല്ലാവരുടെ മുന്നില് നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. നല്ല അഭിനയം തന്നെ ഞാൻ കാഴ്ചവെക്കും. എന്നോടൊപ്പം നീ നിന്നില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്കിട്ട് മുറി വന്നു കഴിയുമ്പോൾ തരും. അറിയാലോ, കാലം മാറിയത് നീ അറിഞ്ഞു കാണത്തില്ല. നിനക്ക് പെൺകുട്ടികളെ ചതിക്കാനേ അറിയുള്ളൂ. പക്ഷെങ്കില് തിരിച്ച് പണി തരുന്ന പെൺകുട്ടികളെ നീ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പെണ്ണ് തന്നെയാടാ ഞാനും. എന്റെ അച്ഛന്റെ അമ്മയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോയിട്ടുണ്ടെങ്കിൽ അതിന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കൂടാ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും അലോകിന്? മൂർഖം പാമ്പിനെയുള്ള ചവിട്ടി എന്നുള്ള കാര്യം അവനും മനസ്സിലായി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അനുവിന്റെ ജീവിതം തല്ലിക്കെടുത്തി വേറൊരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയ അലോക ഇപ്പോഴാണ്ട കിടക്കണു. അവസാനം അവനിട്ട് നല്ല ഇടിവെട്ട് പണി കിട്ടുക. അതേസമയം ധർമ്മന് ചില സംശയങ്ങൾ തോന്നി സുകന്യയുടെ കാര്യത്തില്. സുകന്യ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കാണുമോ ഇനിയിപ്പൊ അലോകിനെ? അങ്ങനെ ഒടുവില് സുകന്യനെ ചോദ്യം ചെയ്യണം. സത്യം പറ, അലോക് നിന്നെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? അവള് പോകുന്ന കാര്യം നിനക്കറിയായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ ധർമ്മേട്ടാ? നിന്നെ അലോക് വിളിച്ചായിരുന്നോ? ആ, ഇടയ്ക്കെന്നെ വിളിച്ചായിരുന്നു. എങ്ങാനും ഇനിയിപ്പോ ഹോളഗിസ്റ്റ് എടുത്ത് നോക്കി പിടിക്കപ്പെടുമെന്ന് കരുതിയിട്ടാ പറഞ്ഞത്. എന്നിട്ടോ അനുവിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല. പിന്നെ നിർബന്ധിച്ച് കഴിയുമ്പോൾ ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എനിക്ക് അവന്റെ കോളൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞേ. പക്ഷെ എന്നാലും അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നോട് അവന്റെ കോളൊന്നും വേണ്ടാന്ന് പറഞ്ഞാലും അവനോടൊപ്പം ഇറങ്ങിപ്പോവാനാ അവളുടെ പുറപ്പാടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ധർമ്മേട്ട. ധർമ്മൻ പറഞ്ഞു, നീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ അല്ലേ? നാളെ തിരിച്ചെങ്ങാനും അനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ, കാരണം ഇതിനു മുമ്പ് നീ കാണിച്ച കൊള്ളരുതായ്മകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം.
അയ്യോ സത്യമായിട്ടും ഇല്ല ധർമ്മേട്ടാ. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം, അറിയാലോ. മുമ്പ് നീ ചെയ്ത പ്രവർത്തികളൊന്നും ഈ കുടുംബത്തിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ അലോകിനെ ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അത് ഞാൻ പറയാതിരുന്ന എന്റെ മര്യാദ. പക്ഷെ ഇനി നീ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നീ അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല സുകന്യെ. അതോടുകൂടി നിന്റെ ഈ വീട്ടിലെ ജീവിതം തീർന്നു പറഞ്ഞു. സുകന്യ ശരിക്കും പേടിച്ചു വിറച്ചാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാ സുകന്യ. എങ്ങാനും എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് മനസ്സിലായി. ദേവമംഗലത്ത് എല്ലാരും ധർമ്മസങ്കടത്തില. ആർക്കും രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ ഉറങ്ങാനാ? ബാലനാണെങ്കിൽ മദ്യപിച്ച് ലക്ക് ഇട്ട് 4 കാലിലാ വന്ന് കിടക്കണേ. കോമതി കരഞ്ഞോണ്ട് ആ മുറിയുടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ബാക്കി എല്ലാവരുടെയും കാര്യം. ആർക്കും സ്വസ്ഥതയോ സമാധാനം ഇല്ല. അനു ഇങ്ങനെ ചെയ്യുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. മുറി ചെന്ന് കഴിഞ്ഞിട്ടും ആര്യൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആര്യൻ കുറച്ച് കഴിഞ്ഞപ്പം മിത്ര മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മിത്രയോട് സംസാരിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മിത്രേ, അനു ഇങ്ങനെ ചെയ്യുമെന്ന്. ഒരിക്കലും അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദേവമംഗലത്തെ ചതിക്കാനായിട്ട് കൃഷ്ണമംഗലത്തോടൊപ്പം അവൾ കൂട്ടു നിൽക്കാനോ? ഇല്ല, എനിക്കറിയാവുന്ന അനു ചെയ്യില്ല. മിത്ര പറഞ്ഞു. അതാ ആര്യ എന്റെ സംശയം. ഒരിക്കലും അനു അങ്ങനെ ചെയ്യും തോന്നില്ല. അവൾക്ക് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കില് അത് അലോകിനെ കുറിച്ചാണോ? ആര്യം പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തില് അവൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തോന്നറിയില്ല. നമ്മളീ കല്യാണ തിരക്കിനിടയ്ക്ക് അവൾക്ക് പറയാനുള്ള കാര്യം എന്താന്ന് കേൾക്കാനും വിട്ടുപോയി. ഒരു പക്ഷേങ്കിൽ അവൾക്ക് പറയാനുള്ള അലോകിനെ കുറിച്ച് ആയിരുന്നോന്നറിയില്ല. മിത്ര പറഞ്ഞു. എങ്ങനെയാളും കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. ആര്യം പറഞ്ഞു. അത് ശരിയാ, ഇതിന്റെ പിന്നിൽ ആരോ നന്നായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. അനുവിന് തന്നെ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവൾ പോയന. അവൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ദേവിയടത്തിന്റെ വയറ്റിലുള്ള കുഞ്ഞു പോകാൻ കാരണം ഈ പറയുന്ന അലോകാന്ന്. അതോടുകൂടി അവൾ പഠിച്ചല്ല കാര്യങ്ങള്. അപ്പൊ പിന്നെ അവള് നമ്മളോട് ഈ ചതി ചെയ്യുവോ? ഇല്ല ആര്യ, അനുവിന് ഒരു കാരണവശാലും നമ്മൾ അവിശ്വസിക്കരുത്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയൊരു കാര്യമുണ്ട്. അവള് നമ്മളോട് മറച്ചു വെക്കുന്ന അതെന്താന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഒരു പക്ഷേങ്കില് അനുവിന് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണോ അനു അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതെന്നറിയില്ല. ആര്യം പറഞ്ഞ എന്തൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. അച്ഛനെ ഇതുപോലെ തകർന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അമ്മേ വല്ലാതെ തകർന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സാരിയില്ല ആര്യ, വിഷമിക്കണ്ട, നമുക്ക് കണ്ടെത്താന്നൊക്കെ പറഞ്ഞ് ആര്യനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആകാശിന്റെ മീനാക്ഷിയുടെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ശ്രീദേവി വല്ലാത്ത വിഷമിച്ച് മുറിയിലിരിക്കുമ്പോ ആനന്ദ് അങ്ങോട്ട് കയറി വരുന്നേ. ആനന്ദ് വന്നിട്ട് ശ്രീദേവി അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് ഒരു സത്യം പറയടി, അനു ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് നീ എന്തേലും തന്ത്രം ഒപ്പിച്ചോന്ന് ചോദിച്ചു. ഞാനോ? ഞാനെന്താ? എടി, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിന്നോട് ഒരു സെക്കൻഡ് പോലും ഇവിടെ പാഴാക്കാൻ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അനുവിന്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നീ ആണോട് ഇങ്ങനെ എന്തെങ്കിലും ചതി ചെയ്തേ? നിനക്കും ഈ അലോകിന്റെ അനുവിനും വിവാഹം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ചോദിച്ചു. ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി. ശ്രീദേവി ചോദിച്ചു. എന്തൊക്കെയാ ആനന്ദേട്ട പറയണേ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എടി നീ ഇതിലപ്പുറവും ചെയ്യും. ആ ഉദയഭാനുവിന്റെ മോളല്ലേ നീ? ചതിയൻ, കോടീശ്വരനാന്ന് പറഞ്ഞ എല്ലാരും പറ്റിച്ച് അയാളുടെ മോള്. അപ്പൊ പിന്നെ നീ ഇതിനേക്കാളും അപ്പുറം ചെയ്തില്ലെങ്കിലുള്ളൂ. സത്യം പറ, ഈ വിവാഹം മുടക്കാണ്ട് നീ എന്തേലും ചെയ്തോ? എന്തൊക്കെയാണ് എന്താ പറയണേ? അവൾ എന്റെ കുഞ്ഞനുജത്തിയല്ലേ? അവളുടെ വിവാഹം മുടക്കാൻ ഞാൻ ശ്രമിക്കോ? ഈ കുടുംബത്തെ മൊത്തം കണ്ണീരിലാഴ്ത്താനായിട്ട് ഞാൻ ശ്രമിക്കോ? എടി, ഇതിനേക്കാളും വലിയ കള്ളത്തരം പറഞ്ഞോണ്ടാ നീ ഈ വീട്ടിലേക്ക് കയറി വന്നേ. എന്നിട്ടിപ്പൊ നീ നല്ല പിള്ള ചമയുന്നോ? ആദ്യം അങ്ങോട്ട് ഹളാവണ്ട. നീ ഒന്നെങ്കിലും വല്ല പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തി കാണും അനുവിന്റെ വിവാഹം മുടങ്ങാനായിട്ട്. എങ്കിലല്ലേ നിനക്ക് ഈ വീട്ടിൽ വീണ്ടും തുടരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഈ വീട് വിട്ടു പോകേണ്ട വരത്തില്ലേ? അപ്പൊ അതുകൊണ്ട് നീയാണോ ഈ വിവാഹം മുടക്കാനായിട്ട് മുൻപന്തി നിന്നേന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നീയാണോ അനുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ആ ലോകിനോടൊപ്പം? അത് കേട്ടപ്പം ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു. ആനന്ദേട്ടാ, എന്ത് വെള്ളം പറഞ്ഞു എല്ലാം ഞാൻ സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്യും. പക്ഷേ വിവാഹം മുടക്കിയെന്ന് മാത്രം പറയരുത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഈ കുടുംബത്തിന് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനോടും അമ്മയോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്നു. അതെന്റെ തെറ്റ്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ നോക്കരുത്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു. നീ കൂടുതൽ അങ്ങോട്ട് ആളാവൊന്നും വേണ്ട. പുണ്യാളത്തി ഒന്നും ചമയണ്ടേ. നിന്നെ കുറിച്ചല്ല എനിക്കറിയാം. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇനിയിപ്പൊ അനുവിന്റെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാന്നായിരിക്കൂലേ? വെറുതെയാ. നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കൂടി.
നിനക്ക് ഇവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയില്ല പറഞ്ഞു മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആനന്ദ് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ ആനന്ദേട്ടൻ്റെ മനസ്സിലുള്ള ദേഷ്യവും വിഷമമായിരിക്കും ഇങ്ങനെ പറയുന്നത്. ആനന്ദേട്ടൻ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, താൻ ആനന്ദനോട് തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. അപ്പൊ ആ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു.